കഴിഞ്ഞ ദിവസം വിചിത്രമായ ഒരു പിരിച്ചുവിടലിന് കേരളം സാക്ഷ്യം വഹിച്ചു. കോറോ ഹെൽത്ത് എന്ന അമേരിക്കൻ മെഡിക്കൽ കോഡിംഗ് കമ്പനിയാണ് 800ഓളം വരുന്ന തൊഴിലാളികളെ പിരിച്ചുവിട്ടത്. പിരിച്ചുവിട്ട തൊഴിലാളികളോടൊന്നും മുൻകൂട്ടി പിരിച്ചുവിടുന്ന വിവരം അറിയിച്ചില്ല. ജൂലൈ മാസം 3-ാം തീയതി ജോലിക്ക് വന്നു കഴിഞ്ഞപ്പോൾ എറണാകുളത്തുള്ള 600 തൊഴിലാളികളും കോഴിക്കോടുള്ള 200 തൊഴിലാളികളും അറിയുന്നത് ഇന്നേ ദിവസം മുതൽ ഞങ്ങൾക്കിനി തൊഴിലില്ല എന്നുള്ളതാണ്. തൊഴിലില്ല എന്ന് മാത്രമല്ല, അറിയിപ്പ് കിട്ടിയ ആ നിമിഷം തന്നെ വർക്ക് പ്ലേസിൽ നിന്നും ഇവരോട് പുറത്തു പോകാൻ കമ്പനി ആവശ്യപ്പെട്ടു. പുറത്തിറങ്ങിയ തൊഴിലാളികൾ അന്നു മുതൽ ഇപ്പോൾ വരെ നിരത്തിൽ നിൽക്കുകയാണ്. എങ്ങനെയാണ് ഒരു കമ്പനിക്ക് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാൻ കഴിയുന്നത്? അത് പരിശോധിക്കുമ്പോൾ 1990കളിൽ കോൺഗ്രസ് കൊണ്ടുവന്ന് പിന്നീട് BJP ശക്തിപ്പെടുത്തിയ ആഗോളവൽക്കരണ നയങ്ങളെ സംബന്ധിച്ച് പറയേണ്ടിയിരിക്കുന്നു. ആഗോളവൽക്കരണ നയം ഇന്ത്യയിലെ തൊഴിൽ സംസ്കാരത്തെ പരിപൂർണമായും മാറ്റിത്തീർത്തിരിക്കുന്നു. പരിമിതമായ രൂപത്തിലാണെങ്കിലും തൊഴിലാളി സൗഹാർദ്ദമായിരുന്ന ഇന്ത്യയിലെ തൊഴിൽ സംസ്കാരം പൂർണ്ണമായും ഉടച്ചു കളയുകയും പകരം കോർപ്പറേറ്റ് അനുകൂലമായ നയങ്ങൾ ഇന്ത്യയിൽ പടുത്തുയർത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സ്ഥിതിവിശേഷം. അതിലേറ്റവും ഭീകരമായ രൂപങ്ങളിലൊന്നാണ് നരേന്ദ്രമോദി സർക്കാർ പാർലമെൻറ്റിൽ പാസാക്കിയെടുത്ത ലേബർ കോഡ് എന്നുള്ളത് കാണാൻ കഴിയും. തൊഴിലാളികൾ സമരം ചെയ്ത് നേടിയെടുത്ത അവരുടെ പരിമിതമായ അവകാശങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന 29 നിയമങ്ങൾ ഏകപക്ഷീയമായി റദ്ദ് ചെയ്യപ്പെട്ടു. പുതിയ 4 ലേബർ കോഡുകൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ അംഗീകരിക്കപ്പെട്ടു. 2019 ജൂലൈ മാസം 30-ാം തീയതിയാണ് ബില്ല് പാർലമെൻറ്റിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത്. ഓഗസ്റ്റ് മാസം 2-ാം തീയതി രാജ്യസഭയും അംഗീകരിച്ചു. ഓഗസ്റ്റ് മാസം 8-ാം തീയതി ഇന്ത്യൻ രാഷ്ട്രപതി അതിൽ ഒപ്പുവെച്ചു. ഇത്ര സുപ്രധാനമായ ഒരു ബില്ല് പാസാക്കിയെടുക്കാൻ BJP സർക്കാർ ചെലവഴിച്ച ദിവസം ആകെ 9 ദിവസമാണ് എന്നുള്ളത് കാണാൻ കഴിയും. കോവിഡിൻ്റെ പശ്ചാത്തലം കൂടി നിൽക്കുന്ന സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരുന്നു അന്ന് പാർലമെൻറ്റിലേക്ക് തൊഴിലാളി വിരുദ്ധമായ ഈ ബില്ല് കടത്തിക്കൊണ്ടുവന്നത് എന്ന് കാണാം. പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിക്കുന്ന വേളയിൽ ഇടതുപക്ഷം ശക്തിയായി അതിനെ എതിർത്തു. ഇത് തൊഴിലാളി വിരുദ്ധമാണെന്നും ഭാവിയിൽ തൊഴിലാളികൾ കൂടുതൽ ക്രൂരമായ അനുഭവങ്ങൾക്ക് വിധേയരാകേണ്ടി വരും എന്നുള്ളത് അവിടെ ചൂണ്ടിക്കാണിച്ചു. കോൺഗ്രസ് ആകട്ടെ നിശബ്ദമായി മൗനമായി നിന്നുകൊടുക്കുന്ന സ്ഥിതിവിശേഷവുമുണ്ടായി. ഈ ലേബർ കോഡ് വഴി കൂടുതൽ തൊഴിലാളി വിരുദ്ധവും കോർപ്പറേറ്റ് അനുകൂലവുമായ സാഹചര്യം ഇന്ന് രാജ്യത്ത് രൂപപ്പെട്ടിരിക്കുന്നു. തൊഴിലാളിക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ശക്തമായ സമരവുമായി മുമ്പോട്ട് പോകുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. 300 പേർ വരെ പണിയെടുക്കുന്ന തൊഴിൽശാലകളിലെ തൊഴിലാളികളെ പിരിച്ചുവിടാൻ മുൻകൂറായി ഒരനുവാദവും വാങ്ങേണ്ടതില്ല എന്നാണ് ലേബർ കോഡ് വിവക്ഷിക്കുന്നത്. ഇത് വന്നതോടുകൂടി ഏതാണ്ട് ഇന്ത്യയിലെ 90% വരുന്ന സ്ഥാപനങ്ങളിൽ നിന്നും തൊഴിലാളികളെ പിരിച്ചുവിടാൻ ഒരനുവാദവും വാങ്ങേണ്ടതില്ല എന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. തൊഴിലാളിയുടെ തൊഴിൽ സമയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് മറ്റൊരു കാര്യം. 12 മണിക്കൂർ വരെ തൊഴിലെടുക്കണം എന്ന നിലയിൽ അത് വിവക്ഷിക്കുന്നു. കോറോ ഹെൽത്തിലെ തൊഴിലാളികളെ ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. അവരുടെ തൊഴിൽ സമയം 9 മണിക്കൂറാണ്. എന്നാൽ അവർ പറഞ്ഞു, ഞങ്ങളെ ഏൽപ്പിക്കുന്ന തൊഴിൽ പൂർത്തീകരിച്ച് പുറത്തിറങ്ങണമെങ്കിൽ 11 മണിക്കൂറും 11.5 മണിക്കൂറും ഞങ്ങൾ എടുക്കുന്നുണ്ട്. 9 മണിക്കൂർ പണിയെടുക്കുന്നതിൻ്റെ പണം നൽകുകയും ബാക്കിയുള്ള സമയത്തിൻ്റെ പണം നൽകാതിരിക്കുകയും ചെയ്യുന്ന കൊടിയ ചൂഷണത്തിനാണ് ഇവർ വിധേയമായിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണാം. തൊഴിലാളിയുടെ സംഘടിതമായ വിലപേശൽ അവകാശത്തെ ഈ കോഡിലൂടെ തടയുകയാണ് എന്നുള്ളത് കാണാൻ കഴിയും. ട്രേഡ് യൂണിയനുകൾ രൂപീകരിക്കുന്ന പ്രക്രിയ കൂടുതൽ സങ്കീർണമാക്കി മാറ്റിയിരിക്കുന്നു. ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം ഒരു സ്ഥാപനത്തിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളിൽ 7 പേർ ചേർന്ന് ഒപ്പിട്ട് അപേക്ഷ സമർപ്പിച്ചാൽ ഒരു ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യാം എന്നാണ് ഇരുന്നതെങ്കിൽ അതിനെ കൂടുതൽ സങ്കീർണമാക്കി മാറ്റുകയും തൊഴിലാളി യൂണിയനുകൾ രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്ക് ഈ കോഡ് കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു സ്ഥിതിവിശേഷം എന്നുള്ളത് കാണാം. ഒരു ഫാക്ടറിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളി അപകടത്തിൽപ്പെട്ടാൽ ആ ഫാക്ടറി ഉടമയ്ക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു ഉത്തരവാദിത്വവുമില്ല എന്ന രൂപത്തിലേക്കും കോഡ് വിവക്ഷിക്കുന്നു എന്നുള്ളത് കാണാൻ കഴിയും.
ലേബർ ഉദ്യോഗസ്ഥന്മാരുടെ അധികാരപരിധികൾ വെട്ടിക്കുറയ്ക്കുകയും ലേബർ ഉദ്യോഗസ്ഥന്മാർ ഉപദേശകരായി മാറുക എന്ന രൂപത്തിലേക്ക് മാറ്റുകയും ചെയ്യുകയാണ്. ചുരുക്കി പറഞ്ഞാൽ തൊഴിലിടങ്ങളിൽ നിന്നെല്ലാം സർക്കാരും സർക്കാരിൻ്റെ സംവിധാനങ്ങളും പൂർണ്ണമായും മാറി നിന്നുകൊണ്ട് തൊഴിലാളി വിരുദ്ധവും കോർപ്പറേറ്റ് അനുകൂലവുമായ സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഒരു ഇന്ത്യയിലേക്ക് നമ്മൾ മാറിത്തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് സ്ഥിതിവിശേഷം. ഈ രാഷ്ട്രീയ സാഹചര്യവും ഈ അനുകൂലമായ സാഹചര്യത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നതും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതുമായ വിദേശത്തുള്ളതും സ്വദേശത്തുള്ളതുമായ കമ്പനികൾ തൊഴിലാളി വിരുദ്ധമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നത് എന്നുള്ളത് കാണണം. കോറോ ഹെൽത്തിന് ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാൻ ധൈര്യം പകർന്നതും ഈ പശ്ചാത്തലമാണ് എന്നുള്ളത് കാണാൻ കഴിയും. കേരളത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ഒരു സമീപനം ഇന്ത്യക്കകത്ത് രൂപപ്പെട്ടു വന്നിട്ടുണ്ടെങ്കിലും കേരളത്തിനകത്ത് ലേബർ കോഡ് എന്നുള്ളത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്നല്ല. ലേബർ കോഡിൻ്റെ ചട്ടം നിർമ്മിക്കുകയോ അത് നടപ്പാക്കുകയോ കേരളത്തിൽ ചെയ്തിട്ടില്ല. കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ് ലേബർ കോഡിനെ സംബന്ധിച്ച് പഠിക്കുന്നതിന് വേണ്ടി ജസ്റ്റിസ് ഗോപാലഗൗഡ കമ്മിറ്റിയെ നിയോഗിക്കുകയാണ് ചെയ്തത്. ആ ഗവൺമെൻറ്റിൻ്റെ അവസാന ഘട്ടം എത്തുമ്പോഴത്തേക്കും ആ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം തൊഴിലാളി സൗഹാർദ്ദപരമായ നിയമങ്ങൾ നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയും എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ. ലേബർ കോഡ് ഇന്ത്യക്കകത്ത് നിലനിൽക്കുമ്പോഴും തൊഴിലാളികളുടെ അവകാശങ്ങളെയും ആനുകൂല്യങ്ങളെയും സംരക്ഷിക്കാൻ കഴിയത്തക്ക വിധത്തിൽ കൺകറന്റ് ലിസ്റ്റിലാണ് ഇത് എന്നുള്ളതുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് നിയമം നിർമ്മിക്കാൻ കഴിയുമെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ അത്തരം കാഴ്ചപ്പാടുകളെ മുന്നോട്ട് കൊണ്ടുപോയി തൊഴിലാളികളെ സംരക്ഷിക്കാൻ ആവശ്യമായ സമീപനം ഇപ്പോഴത്തെ വി ഡി സതീശൻ സർക്കാർ നിർവഹിക്കേണ്ടതുണ്ട്. ആ സർക്കാർ അത് നിർവഹിക്കാൻ തയ്യാറാകണമെന്നാണ് പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്. പക്ഷേ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, കോറോ ഹെൽത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം ഉയർന്നു വന്നതിന് ശേഷം ഗൗരവമായ ഒരു നിലപാടും വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായി കാണാൻ കഴിയുന്നില്ല. ലേബർ കോഡ് ഇന്ത്യൻ പാർലമെന്റിനകത്ത് പാസ്സാക്കുമ്പോൾ നിശബ്ദമായി നിന്നുകൊടുത്ത കോൺഗ്രസ് കേരളത്തിനകത്തും അത്തരം സമീപനം തന്നെയാണോ സ്വീകരിക്കപ്പെടാൻ പോകുന്നത് എന്ന് ന്യായമായും സംശയിക്കേണ്ട നിലയിരിക്കുന്നു. കോറോ ഹെൽത്ത് ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ചെയ്ത നടപടി നിയമവിരുദ്ധമാണ് എന്നുള്ളത് കാണാം. ലേബർ കോഡ് അംഗീകരിക്കാത്ത സ്റ്റേറ്റിനകത്ത് ലേബർ കോഡിൻ്റെ നിബന്ധനകൾ പ്രകാരമാണ് ഞങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. ഇനി ലേബർ കോഡിൻ്റെ നിബന്ധനകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണെങ്കിലും 300-ൽ താഴെയുള്ള തൊഴിലാളികളുള്ള കേന്ദ്രങ്ങളിലെ തൊഴിലാളികളെ പിരിച്ചുവിടുമ്പോഴേ മുൻകൂർ അനുവാദം വാങ്ങാതിരിക്കേണ്ട സാഹചര്യമുള്ളൂ. എന്നാൽ ഇവിടെ എറണാകുളത്ത് 600-ലേറെ തൊഴിലാളികളാണ് ആ കേന്ദ്രത്തിനകത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാം. അപ്പോൾ ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോറോ ഹെൽത്ത് തൊഴിലാളികളെ പിരിച്ചുവിട്ടത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. അതിൻ്റെ ഉത്തരം നേടി നൽകേണ്ടത് കേരളത്തിൻ്റെ ഗവൺമെൻറ്റാണ് എന്ന് കാണണം. കേരളത്തിൻ്റെ ഗവൺമെൻറ് ഈ കാര്യത്തിൽ ശക്തമായി ഇടപെടാൻ തയ്യാറാകണം. കേന്ദ്ര സർക്കാരിനോട് ഈ കാര്യത്തിനകത്ത് ശക്തമായ സമ്മർദ്ദം ചെലുത്താൻ തയ്യാറാകണം. കോറോ ഹെൽത്തിൽ പണിയെടുത്തുകൊണ്ടിരുന്ന 800ഓളം വരുന്ന മലയാളികളായ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ മുന്നോട്ട് വരണം എന്നാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്.